ഭാഗം തന്നെ കണ്ടെത്തുന്ന വിവരമാണ്. 1965 ജനുവരി 19 പിടിക്കപ്പെട്ട ദിവസം കോഹൻ അയച്ച അവസാനത്തെ മെസ്സേജിന്റെ ഉള്ളടക്കവും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. കോഹന്റെ അവസാനത്തെ റിപ്പോർട്ട് അന്നത്തെ പ്രസിഡന്റ് അമീൻ അൽ ഹഫീസിന്റെ പങ്കാളിത്തത്തോടെ സിറിയൻ ജനറൽ സ്റ്റാഫിൽ നടന്ന ഒരു ചർച്ചയെ കുറിച്ചിട്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ചാര സംഘടനകളിൽ ഒന്നായ മൊസാദ് രൂപപ്പെട്ടതിന് പിന്നിൽ ഒരുപാട് ത്യാഗത്തിന്റെ കഥയുണ്ട്. ഒരുപാട് രക്തം ചിന്തിയിട്ടുണ്ട്. ഒരുപാട് ജീവനുകൾ പൊലിഞ്ഞു പോയിട്ടുണ്ട്. എതിരാളികളുടെ കിടപ്പറയിൽ പോലും നുഴഞ്ഞു കയറി രഹസ്യങ്ങൾ പകർത്തിയെടുക്കാൻ, ചോർത്തിയെടുക്കാൻ കഴിവുള്ള ഇസ്രായേലി ചാര സംഘടനയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു ചാരനായിരുന്നു എലി കോഹൻ. നമ്മുടെ നാട്ടിലുമുണ്ട് കേട്ടോ ഒരുപാട് ആളുകള്. എലി കോഹനെ സിറിയ തൂക്കിക്കൊന്നല്ലോ. വിധി നടപ്പാക്കിയ ശേഷവും കോഹന്റെ മൃതദേഹം ഇസ്രായേലിന് വിട്ടു നൽകാൻ സിറിയ തയ്യാറായില്ല. ഇസ്രായേൽ രഹസ്യ ഏജൻസികൾ ഏതെങ്കിലും ഓപ്പറേഷനിലൂടെ ഇത് വീണ്ടെടുക്കുമോ എന്ന് ഭയന്ന് 3 തവണ വിവിധ സ്ഥലങ്ങളിൽ കോഹന്റെ മൃതദേഹം മാറ്റി സംസ്കരിച്ചെന്നുവരെ വാർത്തകൾ പരന്നു. ഒരു രീതിയിലും മാപ്പ് കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിശ്വാസ വഞ്ചനയാണ് സിറിയയെ സംബന്ധിച്ച് കോഹൻ നടത്തിയത് എന്ന് സിറിയക്ക് തന്നെ അറിയാം. പക്ഷേ ഇപ്പുറത്ത് ഇസ്രായേലിൽ കോഹൻ ഒരു ദേശീയ ഹീറോ ആണ്. സിനിമാ കഥകളെ വെല്ലുന്ന ജീവിത കഥയുള്ള അനശ്വരനായ ഒരു പ്രമുഖൻ, ഒരു ചാരൻ. ഈജിപ്ഷ്യൻ നഗരമായ അലക്സാൻഡ്രിയയിലെ 1924 എലി കോഹൻ ജനിക്കുന്നത്. സിറിയയിൽ നിന്നുള്ള ജൂത ദമ്പതികളുടെ മകനായി ഈജിപ്തിൽ നിന്നുള്ള ജൂതരെ ഇസ്രായേലിലേക്ക് കുടിയേറ്റം നടത്താൻ രഹസ്യമായി സഹായിച്ചതാണ് ഇസ്രായേലിനായി കോഹൻ ആദ്യകാലത്ത് ചെയ്ത പ്രവർത്തനം. അതായത് ഒരു രാജ്യത്ത് നീതിയുണ്ടെന്ന് മനസ്സിലായാൽ, മനുഷ്യത്വമുണ്ടെന്ന് മനസ്സിലായാൽ ആ രാജ്യത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നാട്ടിലുമുണ്ട് ഒരുപാട് ഡോവൽമാർ. അജിത് ഡോവലിന്റെ ഒക്കെ വീരസാഹസിക ചരിത്ര കഥകൾ എടുത്ത് മനസ്സിലാക്കിയാലുണ്ടല്ലോ, ഈ രാജ്യത്തിന് വേണ്ടി പാകിസ്ഥാനിലെ ചാരപ്രവർത്തികൾ ചെയ്ത ആക്രി ബിസിനസ്സുകാരനായിട്ട് ഇവരെ വേഷമിട്ടിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ രാജ്യം ഇങ്ങനെ പോകുന്നത് നമ്മളിങ്ങനെ എന്തൊക്കെയോ പറയുന്നത് കൊണ്ടോ എഴുതുന്നത് കൊണ്ടോ തെറി വിളിക്കുന്നത് കൊണ്ടോ ഒക്കെയാണെന്ന് വിചാരിക്കുന്നത്. ഷമീർ പാലക്കൽ ഉമ്മയ്ക്കില്ലേ? നിന്റെ ഉമ്മയുടെ കാര്യം ഇവിടെ വന്ന് വിളിച്ച് പറയുന്നതാണ്. മുഹമ്മദ് മുനീർ സാധനം ഇല്ലല്ലേ? ശരി, നടക്കട്ടെ. ഇവർക്ക് തെറി പറയാനേ അറിയൂ. ഇവർക്ക് മറുപടി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവര് വന്ന് പറഞ്ഞിട്ടേ അവരുടെ ഫ്രസ്ട്രേഷൻസ് അങ്ങ് തീർന്നോട്ടെ. തൽക്കാലം ഇബ്രാഹിം ഖത്തർ ആരുടെ സാധനമാണ്? ഉമ്മയുടെയോ? ശരി, നിനക്കല്ലേ അറിയുള്ളൂ. എന്നോട് ചോദിച്ചിട്ട് വല്ല കഥയുമുണ്ടോ? ഒരു കഥയുമില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, ഈ രാജ്യം ഇങ്ങനെ നിൽക്കുന്നത് പല ആളുകളുടെയും ത്യാഗത്തിന്റെ ഭാഗമാണ്. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ രാജ്യത്ത് രാജ്യസ്നേഹികളെക്കാൾ ഉള്ളത് രാജ്യവിരുദ്ധരാണ്. ഒരു രാജ്യവും രാജ്യവിരുദ്ധതയെ മാപ്പ് കൊടുക്കില്ല. മാപ്പർഹിക്കാത്ത അപരാധമായി കാണുമ്പോൾ ഈ സ്വതന്ത്ര ഭാരതത്തിൽ മാത്രം ഏറ്റവും കൂടുതൽ രാജ്യവിരുദ്ധർ ഈ രാജ്യത്തിനകത്ത് തന്നെ സുഖസുന്ദരമായി ജീവിക്കുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്ത് അതിന് സമാന്തരമായി ഒരു മതരാജ്യം സ്ഥാപിക്കാൻ വേണ്ടി ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ, മതേതരത്വത്തെ, സമാധാനത്തെ, സഹിഷ്ണുതയെ, സാഹോദര്യത്തെ തകർക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇനി നമ്മള് രാജ്യത്തെ സംബന്ധിക്കുന്ന എന്തെങ്കിലും വസ്തുതയോ ഈ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയും പുലർത്തണമെന്നോ പറഞ്ഞു പോയാൽ ഉടനെ തന്നെ നമ്മളെ പിടിച്ചങ്ങ് സംഖ്യയാക്കും. ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല. ഇനിയും സംഖ്യകൾ ഫണ്ട് തന്നിട്ടാണെന്ന് പറയുന്നു. ശരി,
ക്രിസംഖികൾ ഫണ്ട് തരുന്നു എന്ന് പറയുന്നു. ശരി, പോപ്പുലർ ഫ്രണ്ടുകാരെ അനുകൂലിക്കുന്ന ആളുകൾക്ക്, SDPIക്കാരെ അനുകൂലിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് അവിടെ നിന്നും ഫണ്ട് കിട്ടുന്നുണ്ടാകുമല്ലോ. ഇനിയും ഹമാസിനെ അനുകൂലിക്കുന്ന ആളുകൾക്ക് ഹമാസ് ഫണ്ട് കിട്ടുന്നുണ്ടാകുമല്ലോ. ജൂത ഫണ്ടും ഷിയ ഫണ്ടും സംഘി ഫണ്ടും ക്രിസംഘി ഫണ്ടും പിന്നെ അമിത്ഷായും മോദിയും പേഴ്സണലായിട്ട് തരുന്ന ഫണ്ടും ഇതെല്ലാം വാങ്ങിച്ച് ഇവിടെ വച്ചിട്ടുണ്ട്. പോരെ, തരാം, പോരെ. ജനാധിപത്യത്തെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ആളുകൾ പറയുന്നു അവർ മതേതരത്വത്തിന്റെ വക്താക്കളാണെന്ന്. അവരുടെ മാത്രം അഭിപ്രായം കേട്ടോ. സ്വയം പ്രഖ്യാപിത മതേതര ആളുകളാണ് ഇവരൊക്കെ. ഇവർക്കൊക്കെ എന്ത് തരത്തിലുള്ള മാനവികതയാണുള്ളത്? ഈ രാജ്യത്തോട് ഏത് രൂപത്തിലുള്ള ധാർമ്മികതയാണ് ഇവർക്കുള്ളത്? ഇസ്ലാം എന്താണ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം, അതിന്റെ കുത്തും കോമയും വരെ അംഗീകരിച്ച് യഥാർത്ഥ മുസ്ലിമായി പൊട്ടിത്തെറിക്കാൻ സന്നദ്ധരായി നിൽക്കുന്ന ഇവരിൽ ഈ രാജ്യത്തെ സംബന്ധിക്കുന്ന സ്നേഹത്തെക്കുറിച്ചോ ഈ രാജ്യത്തോടുള്ള പ്രതിബദ്ധതയെക്കുറിച്ചോ നിങ്ങൾ അന്വേഷിക്കരുത്, ഉണ്ടാകില്ല. ഇസ്ലാമിലുള്ള വസ്തുതകൾ പറയുമ്പോൾ, ഇസ്ലാമിലെ മാനവിക വിരുദ്ധതയെ സംബന്ധിച്ച് പറയുമ്പോൾ കുരുക്കൾ പൊട്ടുന്നത് സർവ്വസാധാരണമാണ്. പിന്നെ മുതൽ ഉള്ളം കാലുവരെ ലൈംഗിക ചിന്തകളുമായി നടക്കുന്ന ആളുകൾക്ക് ആകെ ഒരേ ഒരു ചിന്ത ഇത് മാത്രമാണ്: എങ്ങനെ എൻ്റെ ലൈംഗിക വികാരങ്ങളെ ഒന്ന് അടക്കുമെന്ന് മാത്രമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം എന്നുള്ള ചിന്ത. അതിന് ഇവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം പരലോകത്തും അള്ളാഹു മാറ്റി വെച്ചിരിക്കുന്നത് ഈ ചിന്ത തന്നെയാണ്. ഇവിടെ നിങ്ങൾ വ്യഭിചരിക്കണ്ട, കള്ളു കുടിക്കണ്ട, നിങ്ങൾ ഇങ്ങോട്ട് പോന്നോ, നിങ്ങൾക്ക് എല്ലാം ഇവിടെ തരാം എന്ന് പറയുന്ന അള്ളാഹു വേശ്യാലയം ഉണ്ടാക്കി വെച്ചിട്ട് കാത്തിരിക്കുന്നു എന്ന് പറയുന്നു. EP അബൂബക്കർ ഖാസിമി പബ്ലിക്കായി പ്രസംഗിക്കുന്നു, നിങ്ങൾക്ക് വ്യഭിചരിക്കാനുള്ള സൗകര്യം അള്ളാഹു അവിടെ ഒരുക്കി വെച്ച് കാത്തിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ എന്നെ ചീത്ത പറയും, പ്രശ്നമില്ല. ചീത്തകളൊക്കെ കേൾക്കാനൊക്കെ ഞാൻ ബാധ്യസ്ഥയാണൊന്നും പ്രശ്നമില്ല. ഇനിയും നമുക്കറിയാം, കാൻ ഫിലിം ഫെസ്റ്റിവൽ പാതി മുറിഞ്ഞ ഒരു തണ്ണിമത്തന്റെ ബാഗുമായിട്ട് വരാൻ ഇവിടെ ആളുണ്ട്. ഇസ്രയേലിനെ ഹമാസ് അങ്ങോട്ട് കയറി അടിക്കുമ്പോൾ, അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും പീഡിപ്പിക്കുമ്പോൾ, സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് അവർ ആനന്ദിക്കുമ്പോൾ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളുടെ കഴുത്ത് മുറിച്ചെടുക്കുമ്പോൾ ആരും അത് കാണുന്നില്ല. നമ്മുടെ സെലക്റ്റീവ് വിമർശനമാണല്ലോ, നമുക്കത് കാണാൻ പറ്റില്ലല്ലോ. ഇരിക്കട്ടെ, ലോകകപ്പ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ അതുപോലെ ഫുട്ബോൾ ഗ്രൗണ്ടിലുമൊക്കെ പലസ്തീൻ പതാകയൊന്ന് പറത്തി കാണിക്കാൻ കേരളത്തിന്റെ മലബാറിന്റെ മണ്ണില് ഇവിടെയുമുണ്ട് പലസ്തീൻ അനുകൂലികൾ. ഹമാസിന്റെ നേതാക്കൾക്ക്, ഖാലിദ് മിഷേൽമാർക്ക് ഇവിടെ ഒരു സ്ഥാനമുണ്ട് എന്ന് ഉറക്കെ പറയാനും, കോളേജ് കലോത്സവത്തിന് രക്തരൂക്ഷിതമായ വിപ്ലവം എന്ന അർത്ഥത്തിൽ സായുധ കലാപം എന്നർത്ഥം വരുന്ന ഇന്തിഫാദ എന്ന പേര് നൽകാനുമൊക്കെ നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യം നൽകുന്നത് ജനാധിപത്യമാണ് കേട്ടോ. എല്ലാ ആഴ്ചയും എല്ലാ ദിവസവും അടുപ്പ് കൂട്ടി അന്തിച്ചർച്ച. ഇസ്രയേലിനെ ഹമാസ് തകർക്കും, കാരണം ഹമാസ് പോരാളികളാണ്. പിറന്ന മണ്ണിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഹമാസ് ജയിച്ചേ തീരുന്ന ഒരു വിഭാഗം ആളുകളും. ഇസ്രായേൽ ഇതാ തകർന്നു, ഇപ്പൊ തകർന്നുകൊണ്ടിരിക്കുന്നു, നാളെ തകരും, മറ്റന്നാളിൽ തകരും. ഈ ദിവാസ്വപ്നത്തിലാണ് ഒരു വിഭാഗം ആളുകൾ. ഇലക്ഷന്റെ ഗോതകളിലൊക്കെ നമ്മൾ കണ്ടില്ലേ, സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി, വയറ്റിപ്പിഴപ്പ് രാഷ്ട്രത്തിനു വേണ്ടി, രാഷ്ട്രീയത്തിനു വേണ്ടി പലസ്തീൻ പലസ്തീൻ എന്ന് നെഞ്ചത്തടിക്കാൻ, അയ്യോ ഗാസയിലെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ച് കരയാൻ ഇവർക്ക് പറ്റും. കാരണം ഗാസയിലെ കുഞ്ഞുങ്ങളുടെ മനുഷ്യാവകാശത്തിന് മാത്രമേ വോട്ട് ബാങ്ക് ഉള്ളൂ. സൗദികൾ യമനികളെ കൊന്നൊടുക്കുമ്പോൾ അവർക്ക് വേണ്ടി കരഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയ താല്പര്യം ഉണ്ടോ? അവിടെ വോട്ട് ബാങ്ക് ഇല്ലല്ലോ. ഇതൊക്കെ തുറന്ന് പറയുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കും. ചില വസ്തുതകളൊന്ന് തുറന്ന് പറയണ്ടേ?
ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വെളിവ് വെച്ചാലോ? ഈ നന്മ മരം ചമയുന്ന മനുഷ്യാവകാശത്തോടൊപ്പവും കരയുന്ന മനുഷ്യന്റെ ഇരകളാക്കപ്പെടുന്ന മനുഷ്യന്റെ വേദനയ്ക്കൊപ്പവും നിൽക്കുകയാണ് എന്ന് അവകാശപ്പെടുന്ന ഇത്തരക്കാർ ശരിക്ക് പറഞ്ഞാൽ വേട്ടക്കാർക്കൊപ്പമാണ് നിൽക്കുന്നതെന്നും അവിടെ നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് താല്പര്യങ്ങൾ ഉണ്ട് എന്നും ഇവരുടെ സ്വാർത്ഥതയാണ് അതിന് ഇവരെ പ്രേരിപ്പിക്കുന്നതെന്നും വിളിച്ചു പറയണ്ടേ? ഇവരിടുന്ന പ്രൊഫൈൽ സ്റ്റാറ്റസുകള്, ഇവരിടുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകള്, സോഷ്യൽ മീഡിയയിലുള്ള ഇവരുടെ കരച്ചിലുകൾക്ക് പലസ്തീൻകാർക്ക് എന്താണ് ഗുണം കിട്ടുന്നത് എന്നവിടെ നിൽക്കട്ടെ. ഇത് പിരികേറ്റിൽ മാത്രമേ നടക്കൂ. ഗ്യാലറിയിലിരുന്നും സ്റ്റേജിലിരുന്നും ചാനൽ മുറികളിലിരുന്നും ഒക്കെ നല്ലതുപോലെ നമുക്ക് സംസാരിക്കാം.